മുതൽ നമ്മൾ പ്രതിസന്ധി നേരിട്ടെങ്കിലും ഞങ്ങൾക്ക് തോന്നിയത് ഇന്നലെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അറിഞ്ഞ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട വിധത്തിൽ ഗൗരവമുള്ളൊരു വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ ഇന്ത്യയിലോ തന്നെയോ വളരെ അപൂർവമായിട്ടുണ്ടാക്കുന്ന ഒരു അപൂർവ ദുരന്തമാണ്. അതുകൊണ്ട് വലിയ നഷ്ടമാണ് നമുക്കുണ്ടായത്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഉച്ചയ്ക്കുണ്ടാകുന്ന വിധത്തിൽ 4ഓ 5ഓ കേന്ദ്രങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഏതാണ്ട് എല്ലാ ആളുകളെയും 486ഓളം ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് കുറച്ചൊരു ആശ്വാസം പകരുന്നതാണ്. രാവിലെ 6 മണിക്ക് തന്നെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നലെ നമുക്ക് വൈകുന്നേരം ലഭ്യമായിട്ടുള്ള ഒരു ഉസ്താദും 10 പേരും ഒരു മസ്ജിദിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന പ്രശ്നം ഇന്നലെ ഉയർന്നു വന്നിരുന്നു. അവരെ രാവിലെ റെസ്ക്യൂ ഓപ്പറേഷനൂടെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ വനറാണി എന്ന് പറയുന്ന ഒരു റിസോർട്ടിനകത്ത് 7 കുടുംബങ്ങളുണ്ടെന്നുള്ള വിവരം ഇന്നലെ രാത്രി കിട്ടിയിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ഇന്നലെ രാത്രി ഭക്ഷണം എത്തിക്കുകയും അതോടൊപ്പം തന്നെ മാറ്റാനുള്ള സൗകര്യം ഇന്ന് രാവിലത്തോടുകൂടി ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ മഴ വളരെ ദുഷ്കരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് JCBയോ ഹിറ്റാച്ചിയോ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. നമുക്ക് അവിടേക്ക് കടക്കാൻ പറ്റുന്ന പാലം പോലെ ഒരു ആക്സസ് വേണം. അതിന് ഡെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്നലെ അവർ വന്ന് പരിശീലിച്ചു പോയി. ഇന്ന് MEGക്ക് ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. 2 ടീമായി ഒന്ന് കോഴിക്കോടും പിന്നെ മറ്റൊന്ന് കണ്ണൂരിലും ഇറങ്ങി ഇങ്ങോട്ട് തിരിച്ചു എത്തിച്ചേരണം. അത് നമുക്ക് പൂർത്തീകരിക്കാം. പക്ഷേ നാളെ വരെ സമയമെടുക്കും. അതെത്തിക്കഴിഞ്ഞാൽ നമുക്ക് JCB ഹിറ്റാച്ചിയുമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതിനു മുമ്പ് ആ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ മനുഷ്യസാധ്യമായ വിധത്തിൽ മണ്ണുമാറ്റൽ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന വിധത്തിൽ എക്യുപ്മെന്റുകളുമായിട്ടാണ് ഇന്ന് രാവിലെ നമ്മുടെ ടീം അങ്ങോട്ട് പോയിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകരും ആ കൂട്ടത്തിൽ അതൊരു പുതിയ സ്ട്രാറ്റജിയാണ്. കാരണം അകത്താരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ ആ വിധത്തിൽ ഇന്നിപ്പോൾ ഡോക്ടറുടെ സേവനം കൂടി രാവിലെ അവിടെ ലഭ്യമായിട്ടുണ്ട്. ആ വിധത്തിൽ ചെയ്യാവുന്നതെല്ലാം സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. നാളെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഉദ്യോഗസ്ഥന്മാരുടെയും സർവകക്ഷിയിൽപ്പെടുന്ന ആളുകളുടെയും യോഗം വിളിക്കുന്നുണ്ട്. മന്ത്രിമാർ നല്ലതുപോലെ ക്യാമ്പ് ചെയ്ത് ഓരോ ഘട്ടങ്ങളിൽ ഇപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ 5ഓളം മന്ത്രിമാരുണ്ട്. കൂടുതൽ മന്ത്രിമാർ വിവിധങ്ങളായ ചുമതലകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ടർ പട്ടിക, അംഗനവാടി ടീച്ചർമാരുടെ നിർദ്ദേശം, ഇതൊക്കെ കൂടി എടുത്തുകൊണ്ട് നമുക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ആശുപത്രിയിലുള്ളവരെത്ര, മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽപ്പെട്ടവരെത്ര, ക്യാമ്പിലുള്ളവരെത്ര, ഇതുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് വേണ്ടി വരും നമുക്ക് ഇത്രയും ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ആളുകളെ കണ്ടെത്താൻ വേണ്ടി. ക്യാമ്പിലൊക്കെ ആളുകളുടെ വല്ലാത്ത പ്രയാസങ്ങളാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ, കുട്ടി മരിച്ച 8 വയസ്സായിട്ടുള്ള കുട്ടി മരിച്ച വാർത്ത കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അമ്മയുടെ പ്രയാസമാണ് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ്. നമുക്ക് മനുഷ്യസാധ്യമായി ചെയ്യാവുന്നതെല്ലാം കൃത്യമായി ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, കാണാതായവരെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള പരാതികളുണ്ട്. പക്ഷെ ആ പരാതിയിൽ മാത്രം നിൽക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അപ്പൊ ആ പരാതി മാത്രമല്ല, പൊതുവെ വോട്ടർ പട്ടിക, പിന്നെ റേഷൻ കാർഡ്, നമ്മുടെ അംഗനവാടി ടീച്ചർമാരുടെ നിർദ്ദേശം, നമ്മുടെ തൊഴിലാളി സ്ഥലങ്ങളിൽ ലയങ്ങളിലുള്ള മസ്റ്ററിംഗ് റിപ്പോർട്ട്, ഇതെല്ലാം കൂടി പരിശോധിച്ച് നിലവിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ജീവനുള്ളതും മരണപ്പെട്ടതും ആശുപത്രിയിലുള്ളതുമായ ലിസ്റ്റുമായി താരതമ്യം ചെയ്തതിന് ശേഷമേ നമുക്ക് എത്ര പേരെ തൊഴിലുമായി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. എന്തായാലും ആ ശ്രമകരമായ പരിശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്.